സ്ഥാനാർത്ഥി എത്തി. നമസ്കാരം. നമസ്കാരം. സന്തോഷം. രാവിലെ പള്ളിയിലൊക്കെ പോയി. സന്തോഷം. വരൂ. സാവധാനം ഇരുന്നാട്ടെ. വന്നാട്ടെ മുട്ടപ്പത്തിരി. പൊന്നാനിയുടെ ദേശീയ ഭക്ഷണമായ മുട്ടപ്പത്തിരിയിൽ തുടങ്ങാം. ഞാനിവിടെ വന്നപ്പോ ഇക്കാന്റെ പേരെന്താ പറഞ്ഞേ? ഇക്ബാലിക്ക എന്നോട് ഞെട്ടിക്കുന്ന സത്യം പറഞ്ഞു. എന്താണെന്നറിയോ? മുട്ടപ്പത്തിരിയിൽ മുട്ടയില്ല. മുട്ട പേരിന് മാത്രം ചേർക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നല്ല രുചിയുണ്ട്. മുതലക്കുളത്തിൽ മുതലയില്ലാത്തതുപോലെ മുട്ടപ്പത്തിരിയില് പൊന്നാനിയുടെ ദേശീയ ഭക്ഷണത്തിൽ മുട്ടയില്ല. അടിപൊളിയല്ലേ? ഞാനിത് വെച്ച് പിന്നെ എടുത്തോളാം. ഞങ്ങളുടെ ടീമിന്റെ ഒന്ന് കൊടുത്താൽ സൂപ്പർ ആയിട്ടുണ്ട്. ബീഫ് കഴിക്കും. എന്താ പ്രശ്നം? ബീഫ് എന്താ കഴിച്ച പ്രശ്നം? നമ്മുടെ മലയാളികളുടെ ദേശീയ ഭക്ഷണമല്ലേ ബീഫ്. ഇപ്പൊ വേണ്ട നമ്മൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കട്ടെ. അപ്പോ സ്വാഗതം. പ്രേക്ഷകർ ലൈവായിട്ട് കണ്ടോണ്ടിരിക്കുക. പൊന്നാനി വന്നപ്പോൾ വലിയ സന്തോഷം എന്താന്ന് വെച്ചാല് രാവിലെ മനുഷ്യരെല്ലാരും റോഡിലുണ്ട്. ഇപ്പൊ വളാഞ്ചേരിയിൽ നിന്ന് കുറച്ച് ചെറുപ്പക്കാർ രാവിലെ 6 മണിക്ക് ബൈക്ക് ഓടിച്ച് പൊന്നാനിയിൽ വന്നു മുട്ടപ്പത്തിരിയും ബീഫും കഴിക്കാൻ. അപ്പൊ പൊന്നാനിക്ക് ആൾക്കാരെ സ്വീകരിക്കാനുള്ള മനസ്സുണ്ട്. അപ്പോ കേസ് ഹംസയെ പൊന്നാനി സ്വീകരിക്കുമോ എന്ന ചോദ്യമാണ് പൊളിറ്റിക്കൽ ചോദ്യം. അത് ഇവർ ഉത്തരം പറയട്ടെ. റിപ്പോർട്ട് ചാനൽ വന്നപ്പോൾ ജനസാഗരം ഉണ്ടായത് അതുകൊണ്ടാണ്. തീർച്ചയായിട്ടും ഹംസക്കാരെ കാണാനും മുട്ടപ്പത്തിരി കാണാനും നമ്മളൊക്കെ എന്തല്ലേ സംസയിലൂടെ പൊന്നാനി മാറുമെന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ള യാത്രയാണ്. 2004 TK ഹംസ ചരിത്രം കുറിച്ചു മഞ്ചേരിയില്. അത് 2024 KS ഹംസ. മാത്രമല്ല പൊന്നാനി മറികടക്കാൻ പറ്റാത്ത കോട്ടയൊന്നുമല്ല. 3 നിയമസഭാ മണ്ഡലങ്ങൾ LDF-നോടൊപ്പം. 4 ഉണ്ട്. അപ്പൊ 3 മാത്രമാണ് UDF-ന്റെ ഭാഗത്ത്. അപ്പോ ആ അർത്ഥത്തിൽ മറികടക്കാൻ പറ്റാത്ത കോട്ടയൊന്നുമല്ല. പക്ഷെ അറിയേണ്ട പ്രധാനപ്പെട്ട പ്രശ്നം ഇനി നേരിടാൻ പോകുന്നത് ET മുഹമ്മദ് ബഷീറിനെ അല്ല, അബ്ദുൾ സമദ് സമദാനിയാണ്. സ്ഥാനാർത്ഥികൾ ഏകദേശം ധാരണയായി കഴിഞ്ഞു. അപ്പോൾ പൊന്നാനി KS ഹംസ സ്വീകരിക്കണമെങ്കിൽ അബ്ദുൾ സമദ് സമദാനിയെ മാറ്റിവെക്കണം. പൊന്നാനി അതിന് തയ്യാറാവും. അല്ല, ഇത് ആശയങ്ങളുടെ അല്ലേ പോരാട്ടം? വ്യക്തിക്ക് എന്താ അതിലത്തെ ഒരു പ്രാധാന്യം ഉണ്ടോ? ഇല്ലല്ലേ? ഇല്ലല്ലോ. അങ്ങനെയല്ലേ കേരളത്തിന്റെ ഒരു രീതി വെച്ച് അങ്ങനെയല്ലേ? പൊന്നാനി തന്നെ അങ്ങനെയല്ലേ സ്വീകരിച്ചത്? ആശയങ്ങളെ സ്വീകരിച്ച നാടാണല്ലോ. അപ്പൊ KS ഹംസ എന്ന ഇടതുമുന്നണി സ്ഥാനാർത്ഥി പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ ആ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ അബ്ദുൾ സമദ് സമദാനിയിൽ നിന്ന് KS ഹംസ തന്നെ നേരത്തെ പ്രതിനിധീകരിച്ച ലീഗ് രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായ എന്ത് ആശയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പറയുക എന്നൊരു ചോദ്യം വോട്ടർമാർക്കുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടത് ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന ഒരു പ്രമേയം കാലിക പ്രസക്തമാണ്. ഇന്ന് ഇന്ത്യ രാജ്യം എത്തി നിൽക്കുന്ന ഒരു ദുരവസ്ഥയുണ്ട്. ആ ദുരവസ്ഥക്ക് പരിഹാരം, സ്ഥായിയായ പരിഹാരം, ഉറച്ച പ്രാതിനിധ്യം എവിടെ എന്നത ചോദ്യം. അങ്ങനെ നോക്കുമ്പോൾ അതിനൊരു പക്ഷം വേണം. അത് ഇടതുപക്ഷമാണ് എന്ന് ഇപ്പൊ വിലയിരുത്താൻ കഴിയും. മാറില്ലെന്ന് ഉറപ്പുള്ള ഒരു പ്രതിപക്ഷം. മാറുന്നുറപ്പില്ല, മാറ്റുമെന്നും. അതായത് BJP-ക്ക് പണം കൊടുത്ത് നിങ്ങൾക്ക് MLA-മാരെ അല്ലെങ്കിൽ MP-മാരെ വാങ്ങാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ള ഒരു മുന്നണിയുടെ ഭാഗമാണ്. അതെ. ഇപ്പോ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പ് 23,000 വോട്ടിന്റെ മാറ്റാണുള്ളത്. 25,000 വോട്ടിന്റെ. അന്നൊരു പ്രശ്നമുള്ളത് സംഘപരിവാർ ശക്തികളെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കിയാൽ പകരം കയറ്റാൻ കോൺഗ്രസേ ഉള്ളൂ എന്നുണ്ടായിരുന്നു രാഹുലിന്റെ ലീഡർഷിപ്പിൽ ആ കാലഘട്ടത്തിൽ. പക്ഷെ ഇപ്പോ സംഘപരിവാറിനെ താഴെ ഇറക്കിയാൽ പകരം ഇന്ത്യ മുന്നണിയാണ് കയറാൻ പോകുന്നത്. ആ ഇന്ത്യ മുന്നണിയിൽ CPI-ഉം ലീഗും കോൺഗ്രസും എല്ലാം ഒരുമിച്ച് ഒരു ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്ന് മത്സരിക്കുന്നതാണ് ദേശീയ തലത്തിൽ കൂടുതൽ പ്രാധാന്യം. കാരണം അതിൽ തന്നെ ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസും LDF-ഉം ഒക്കെ ഉണ്ടെങ്കിൽ കൂടി അതിൻ്റെ പ്രബലമായ ഘടകം LDF ആണ്. കാരണം മോഡി പറയുന്നതും സംഘപരിവാർ പറയുന്നതും പലതും തന്നെ ഇന്ത്യ മുന്നണിയിലെ ചില ദേശീയ പാർട്ടികളൊക്കെ പറയുന്നത് കേൾക്കാം, ആവർത്തിക്കുന്നത് കേൾക്കാം. അങ്ങനെ വന്നാൽ അതൊക്കെ ഒരേ തൂവൽ പക്ഷികളാണെന്ന് ചിലപ്പോൾ വിലയിരുത്തപ്പെട്ടേക്കാം. അതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. അപ്പോൾ KS ഹംസ പറയുന്ന രാഷ്ട്രീയം ദേശീയ തലത്തിൽ ഇടതുമുന്നണി എന്തുകൊണ്ട് വേണം എന്ന രാഷ്ട്രീയത്തെയാണ് KS ഹംസ പ്രതിനിധീകരിക്കുന്നത്. ഇനി ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ചോദ്യം. KS ഹംസ ഇടതുമുന്നണിയിലേക്ക് വരുന്നതിന് മുമ്പ് ലീഗിലായിരുന്നുവെന്നും ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹി തന്നെയായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ലീഗിൽ നിന്ന്
ഇറങ്ങിപ്പോരാനുള്ളൊരു കാരണമുണ്ടല്ലോ. അന്ന് താങ്കൾ ലീഗ് നേതൃത്വത്തിനെതിരെ ഉയർത്തിയ വിമർശനങ്ങൾ, ജില്ലാ കൗൺസിലുകളിലടക്കം താങ്കളുടെ പേര് പരിഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്, ഇതെല്ലാം അവിടെ നിൽക്കുമ്പോഴും ഇപ്പോഴും ലീഗിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇ.ടി. മുഹമ്മദ് ബഷീർ, അബ്ദുൾ സമദ് സമദാനിക്ക് അപ്പുറത്തേക്കൊരു നേതൃത്വത്തെ കണ്ടെത്താൻ അവർക്ക് പറ്റുന്നില്ല. ലീഗിൽ കാര്യമായൊരു മൂല്യച്യുതിയുടെ ഒരു കരാളഹസ്തത്തിലാണ്, ഒരു നീർച്ചുഴിയിലാണ് ആ പാർട്ടി ഇപ്പോൾ നിലനിൽക്കുന്നത്. മൂല്യച്യുതിയാണുള്ളത്. ലീഗിനെ കുറ്റം സ്റ്റേറ്റ് ചോദിച്ചാൽ ശ്രീ കെ എസ് ഹംസ, താങ്കൾ പാർട്ടിയിൽ നിന്ന് പുറത്തു വരാനുള്ള സാഹചര്യം ചുരുക്കി പറഞ്ഞു. സത്യത്തിൽ പറഞ്ഞാൽ ഹൈദരലി ഷിഹാബ് തങ്ങളെ ഇഡി ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് ഞാൻ ഉന്നയിച്ച പാർട്ടി യോഗത്തിൽ ഉന്നയിച്ച പ്രശ്നങ്ങളാണ്. ഹൈദരലി തങ്ങളെ ഇഡി ചോദ്യം ചെയ്തിരുന്നു. ഹൈദരലി തങ്ങളെ ഇഡി ചോദ്യം ചെയ്തു. എന്തിന് ചോദ്യം ചെയ്തു? 10 കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേടിന് ചോദ്യം ചെയ്തു. ചന്ദ്രിക പത്രവുമായി ചന്ദ്രിക പത്രത്തിലേക്ക് അദ്ദേഹം, ആ മഹാനായ മനുഷ്യൻ ഇതൊന്നും അറിയാനുമില്ല. ഹൈദരലി തങ്ങളുടെ പേരിൽ മറ്റു ചിലർ നടത്തിയ ക്രമക്കേടാണ്. അദ്ദേഹമാണ് ചന്ദ്രിക പത്രത്തിന്റെ വേണ്ടി, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് അക്കൗണ്ട് ഉള്ളത്. അതിൽ ഒരു ദിവസം നോട്ട് നിരോധന കാലഘട്ടത്തിൽ 10 കോടി രൂപ ഒന്നിച്ചു കൊണ്ടൊരു ഡെപ്പോസിറ്റ് ചെയ്യുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ഒപ്പിട്ട് ചെക്ക് മാറ്റി കൊണ്ടുവന്നു. അതിന് പിന്നിൽ ആരെന്നാണ് താങ്കൾ കരുതുന്നത്? അത് ആരെന്ന് ഞാനിപ്പോൾ പറയുന്നതിന് മുമ്പ് കാര്യങ്ങളെല്ലാവരും മറ്റൊരു മനസ്സിലാക്കിക്കൊള്ളും. സൂചനകളൊക്കെ കൊടുക്കാം, ബാക്കി മനസ്സിലാക്കിക്കൊള്ളും. അതായത് 10 കോടി രൂപ പ്രത്യേകിച്ച് പാണക്കാട് തങ്ങൾ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ്. അപ്പോൾ ലീഗിന്റെ പാണക്കാട് തങ്ങളുമായിട്ടുള്ള ബന്ധം വൈകാരികമായ ബന്ധം കൂടിയാണ്, രാഷ്ട്രീയ ബന്ധത്തിനുമപ്പുറം ഒരു ആത്മീയ ബന്ധം കൂടിയാണ്. അപ്പോൾ പാണക്കാട് തങ്ങളെ തന്നെ ഇഡി ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച ആൾ ഇപ്പോഴും ആ ലീഗിൽ വളരെ പ്രാധാന്യം തുടരുന്നുണ്ടെങ്കിൽ അത് പൊതുസമൂഹത്തോട് പറയണം നമ്മൾ. അല്ല, അത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ പണാധിപത്യം അല്ലെങ്കിൽ മൂലധന ശക്തികൾ ആധിപത്യം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമുണ്ട് ഇപ്പോൾ. പാചകവാതക വിലയെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് എന്താണ് പറയാ? മതചിഹ്നങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. മതചിഹ്നങ്ങൾ മറയാക്കി ക്രൂരത. കഷ്ടമാണ്. തുടർച്ചയായിട്ട് 2ാമത്തെ മാസമാണ് ഇത് വില വർധന ഉണ്ടാവുന്നത്. 19 രൂപ 23 പൈസ വർദ്ധിപ്പിച്ചു. ഇപ്പൊ 23 രൂപ വർദ്ധിപ്പിച്ചു. ഇത് ജനങ്ങളുടെ മേലുള്ള നേരത്തെ പറഞ്ഞ മാതിരി വർഗീയത പറഞ്ഞാൽ എന്തും തീരും എന്നുള്ളതാണ്. വിലക്കയറ്റം ഒരു പ്രശ്നമല്ല. ജനജീവിതം ദുഷിതമായിരിക്കാണ് ഇവിടെ. അപ്പൊ പ്രേക്ഷകരെ തെറ്റിദ്ധരിക്കേണ്ട. പാചകവാതകത്തിന്റെ വില, അതായത് വാണിജ്യാവശ്യത്തിനുള്ള പാചകവാതകത്തിന്റെ വിലയാണ് കൂട്ടിയിരിക്കുന്നത്. ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക വില ഇപ്പോൾ കൂട്ടിയിട്ടില്ല എന്നേ നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഹംസമാഷേ, നമ്മൾ പറഞ്ഞു വന്നത് ലീഗിന്റെ ഉള്ളിലുള്ള മൂല്യച്യുതിയെക്കുറിച്ചാണ്, പണാധിപത്യത്തെക്കുറിച്ചാണ്. പക്ഷെ ഇപ്പോഴും പാണക്കാട് തങ്ങളിനെ പ്രതിരോധത്തിലാക്കിയ ഇടപാടിൽ നടത്തിയ ആളുകൾ ഇപ്പോഴും പാർട്ടിയിലുണ്ട്. അത് ഈ പണാധിപത്യമാണ് പ്രശ്നം. സ്റ്റേറ്റ് ആയിട്ട് ചോദിക്കട്ടെ, അത് പി കെ കുഞ്ഞാലിക്കുട്ടിയാണോ, അറിഞ്ഞുകൊണ്ടാണോ? അത് നിങ്ങൾ, ഞാനൊരു സ്ഥാനാർത്ഥി എന്ന നിലക്ക് ഞാൻ വ്യക്തികളെ പേരെടുത്ത് ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ആളുകൾ മനസ്സിലാക്കാമല്ലോ, 10 കോടി രൂപ ഒരുമിച്ച് കൊണ്ടിടാൻ ആരുടെ കയ്യിലുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ 10 കോടി രൂപ ഒരുമിച്ച് കൊണ്ടിടുന്നു. തങ്ങളുടെ ഒപ്പിട്ട ചെക്ക് തങ്ങളെ കൊണ്ട് ചുരു വരച്ചു കൊടുക്കും, കൊണ്ടുപോയാൽ അത് വരച്ചു കൊടുക്കും. ആ ചെക്ക് കൊണ്ട് ആ കാശ് പിന്തുടരണം. ഇഡി വന്നപ്പോൾ തങ്ങളെ പ്രീതിയാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. റെക്കോർഡിക്കൽ തങ്ങളുടെ പേരിലല്ലേ കാശ് ഇട്ടിരിക്കുന്നത്, തങ്ങളല്ലേ പിൻവലിച്ചിരിക്കുന്നത്. ഇഡിന് അവസാനം കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകളെല്ലാവരും കൂടി ഇഡിയോട് മൊഴി കൊടുത്തപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? കാശ് തങ്ങളെടുത്തു. അതായത് തങ്ങളെ ഇഡിക്ക് മുന്നിൽ വിട്ടുകൊടുത്തു. അതെ, തങ്ങൾ ഇഡിക്ക് മുന്നിൽ വിട്ടുകൊടുത്തു. അത് ആദ്യം ഞാൻ ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞു ഇല്ല, അങ്ങനെ ഇഡി വന്നിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ തെളിവ് കാണിച്ചു കൊടുത്തു. പറഞ്ഞു അത് കാലത്ത് ഇഡി വന്നപ്പോൾ ഒന്ന് കുരുമുളകിന്റെ വള്ളി പൊട്ടിക്കാൻ കയറിയതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഓക്കെ, കുരുമുളകിന്റെ വള്ളി കാലത്ത് 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരേക്കും കുരുമുളക് വള്ളി പൊട്ടിക്കായിരുന്നോ ഇഡി ഉദ്യോഗസ്ഥര്? അപ്പൊ കുരുമുളകിന്റെ വള്ളി പൊട്ടിക്കാൻ ഇഡി ഉദ്യോഗസ്ഥർ വന്നു പറഞ്ഞാരാ? അത് അതില് ബന്ധപ്പെട്ട ആൾ തന്നെ പറഞ്ഞു. ബന്ധപ്പെട്ട ആൾ കാര്യങ്ങൾ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടോ? അപ്പോ അതാണ് അത് മാത്രല്ലേ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, രാജ്യത്ത് ശാന്തി ഇല്ലല്ലോ. ശാന്തി പകരാൻ വേണ്ടി യു ലുക്ക് അറ്റ് ദിസ് കാറ്റ്. എത്ര ഈ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ എത്ര ശാന്തമായാണ് ആ പൂച്ചിരിക്കുന്നത്. ഒരു പ്രശ്നമില്ലല്ലോ. അങ്ങനെയാണ് ഇന്ത്യക്കാരുണ്ടായിരുന്നത്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജീവിയുമാണല്ലേ? അതെ, അത് ഇഷ്ടപ്പെട്ട ജീവിയാണ്. അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മുടെ ഇന്ത്യക്കാർ ജീവിച്ചിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സംശയത്തിലാണ് നോക്കുന്നത്. നീ ആര്, ഞാൻ ആര്, അവന്റെ പേരെന്താ, അവന്റെ ജാതി ഏതാ, ഈ രീതിയിലാണ് നോക്കുന്നത്. ജാതി പേര് പോലും മാറ്റി പറയുന്ന ആളുകൾ ഇപ്പൊ ബാബു എന്ന പേരൊക്കെ കൂടുതൽ ഫേമസ് ആകുന്നത്. അരുണൊക്കെ മാറ്റി, ഹംസയെ മാറ്റി, ഒക്കെ ബാബു
ഇനി എൻ്റെ ഒരു ചോദ്യം. പേടിയാണ് അപ്പൊ ആളുകൾക്ക്. അങ്ങൊരു മതേതര മുഖമായിട്ടാണ് പൊന്നാനിയിൽ നിന്ന് മത്സരം. തീർച്ചയായിട്ടും മതേതരത്വത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം എന്ന നിലയിൽ തന്നെയാണ് കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും. നമസ്കാരം. ഇതാരാണ് MLA എത്തിക്കഴിഞ്ഞു. അപ്പോ നമസ്കാരം. പെതുക്കെ ഞങ്ങള് ഒരു റൗണ്ട് മുട്ടപ്പത്തിരി കഴിച്ചു. മുട്ടയില്ലാത്ത മുട്ടപ്പത്തിരി. അതെ, അതിൽ ഒരെണ്ണം കഴിച്ചു. അതിനിടയ്ക്ക് ഞങ്ങളെ ഞെട്ടിപ്പിച്ചൊരു വാർത്തയും വന്നു. വാണിജ്യ പാചകവാതക വില വർദ്ധിച്ചു. 23 രൂപ 50 പൈസ കൂട്ടി. അപ്പൊ ഇനി മുട്ടപ്പത്തിരി അടക്കമുള്ള സാധനങ്ങളുടെ വില കൂടും. അത് തെരഞ്ഞെടുപ്പിന് മുമ്പാണ്. ആരെ ധൈര്യമാണ് കേട്ടോ, അല്ലേ? അപ്പൊ നമ്മൾ ഹംസയ്ക്കയുടെ കാര്യം പറയായിരുന്നു. ലീഗിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതിൽ ചില കാര്യങ്ങൾ സൂചനയായിട്ടാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും ആൾക്കാർക്ക് മനസ്സിലായി എന്താ സംഭവിച്ചെന്നുള്ളത്. അപ്പൊ ഇനി എന്റെ ചോദ്യം, അബ്ദുൾ സമദ് സമദാനിയെ പോലെ ഒരു സ്ഥാനാർത്ഥി, അദ്ദേഹം ഒരു പണ്ഡിതനാണ്, അദ്ദേഹം ഹിന്ദു സമുദായങ്ങൾക്കിടയിലും വലിയ സ്വാധീനമുള്ളൊരു ഒരു പ്രസംഗകനാണ്, പണ്ഡിതനാണ്, പ്രഭാഷകനാണ്. അപ്പോൾ അദ്ദേഹത്തോടൊപ്പമാണ് നമ്മൾ മത്സരിക്കാൻ പോകുന്നത്. അപ്പോൾ പൊന്നാനി മണ്ഡലത്തിലുള്ള അബ്ദുൾ സമദ് സമദാനിക്ക് വ്യക്തിപരമായി കിട്ടുന്ന വോട്ടുകൾ ഒരു തിരിച്ചടിയാവും. വ്യക്തിപരമായി അങ്ങനെ വോട്ട് കൊടുക്കുമോ? കാരണം എന്താ, ഇത് ഇലക്ഷനാണിത്. ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആയുള്ള ഒരു മെമ്പറാണ്. ഓൾവേസ് ഡോർ എപ്പോഴും ഓപ്പൺ ചെയ്തിട്ടുള്ള, എപ്പോൾ വിളിച്ചാലും കിട്ടാവുന്ന, എവിടേക്കും ഇറങ്ങി വരാവുന്ന ഒരു മെമ്പറല്ലേ ജനപ്രതിനിധിയായിട്ട് കിട്ടേണ്ടത്. അതിനല്ലേ വോട്ട് കൊടുക്കുക. ആ വോട്ടാണെന്ന് വെച്ചാൽ എനിക്ക് കിട്ടുക കൂടുതൽ. തീർച്ചയായിട്ടും ഹംസയ്ക്ക് അവൈലബിൾ ആണ് ഓൾ ടൈം ഞാൻ അവൈലബിൾ ആണ്. ഞാൻ പ്രവർത്തന ഇടയിലുള്ള ആളാണല്ലോ. പിന്നെ മറ്റൊന്ന്, ഞാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുനടക്കുന്നു. എൻ്റെ കൂടെ എൻ്റെ സ്ഥാപനം പഠിച്ചു പോയ 3000-ലധികം അധ്യാപകർ ഇന്ന് വിവിധ കോളേജുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കന്നി വോട്ടർമാരാണ്. 5000-ഓളം എഞ്ചിനീയർമാർ, 10-15,000-ഓളം മറ്റ് ഉദ്യോഗസ്ഥർ ഒക്കെ എൻ്റെ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചു പോയ ആളുകളുണ്ട്. ഞാൻ അവരുടെയൊക്കെ ഒരു ഗുരുതുല്യനാണ്. അതുകൊണ്ട് ഞാൻ അവരുടെ ഇടയിലുണ്ട്. എൻ്റെ പ്രതിനിധികളായിട്ട് അവരിവിടെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് മാത്രമല്ല, ഞങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ഞാൻ വരുന്നത് വള്ളത്തോളിന്റെ സ്ഥലത്തു നിന്നാണ്, പാഞ്ഞാൾ. വള്ളത്തോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയതാ. ശരിക്കും വള്ളത്തോൾ ഇവിടെ ചേർന്നാ അങ്ങോട്ട് പോയതാണ് ചെറുതുരുത്തേക്ക്. അപ്പൊ പൊന്നാനിയിൽ നിന്ന് വള്ളത്തോൾ അങ്ങോട്ട് പോയി, അവിടെ നിന്ന് ഹംസ ഇങ്ങോട്ട് വന്നു. അതെ. പിന്നെ അതിനു മുമ്പ് എന്റെ ഉപ്പാവ ഇവിടുന്ന് പൊന്നാനിയിൽ നിന്ന് അങ്ങോട്ട് പോയതാ. അപ്പൊ ഈ നാടുമായിട്ടുള്ള ബന്ധമുണ്ട്. പിന്നെ ഇവിടെ എനിക്ക് വീടൊക്കെ ഉണ്ട്. മാത്രമല്ല എന്റെ ഭാര്യ വീട് ഇവിടെ തന്നെയാണ്. ഞാൻ എന്റെ ഉപ്പാവ് ഇവിടുന്ന് പോയതാണ്. അതെ, പൊന്നാനിയുടെ മരുമോനാ. അതെ, പൊന്നാനിയുടെ മരുമോനാണ്, പേരക്കുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് മനസ്സിലുണ്ടാവും. പിന്നെ ഈ വെള്ളത്തോളിനെ വെച്ചാൽ ഞങ്ങളുടെ വികാരമാണ് പൊന്നാനി. അത് കാരണം എന്താ, വെള്ളത്തോൾ ഞങ്ങളുടെ ഒരു വികാരമാണ്. വെള്ളത്തോൾ ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോ ഞാൻ വെള്ളത്തോളിന് ഇങ്ങോട്ടും പോന്നു, പൊന്നാനിക്ക് പോന്നു. അത്ര തന്നെ. ഓക്കെ. അപ്പൊ ഇനി ഒരു കാര്യം കൂടി. അപ്പോ ഇനിയിപ്പോ അങ്ങ് വോട്ട് ചോദിക്കാൻ പോകുന്ന സമയത്ത് അങ്ങൊരു ലീഗ് പ്രവർത്തകനായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ലീഗ് നേതാവ് എന്ന നിലയിലായിരിക്കും അങ്ങേ ഇപ്പോഴും ആളുകൾ കാണുക. എങ്ങനെ വേണമെങ്കിലും ആളുകൾക്ക് കാണാം. ഞാനിപ്പോൾ ഇടത് ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രതിനിധിയായിട്ടാണ് മത്സരിക്കുന്നത്. പാർട്ടി ചിഹ്നത്തിൽ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കും. പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. മാത്രമല്ല, ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലേക്ക് അന്ന് LDF സർക്കാരിനെതിരെ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ വിമർശനത്തിൽ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതൊക്കെ ഒരു തിരിച്ചടിയാവും? ഇല്ല, തിരിച്ചടിയില്ലോ. പിണറായി വിജയനെ കുറിച്ച് അന്ന് പറഞ്ഞത് ഇന്ന് നാട്ടുകാർ ചോദിച്ചാൽ അങ്ങേക്ക് മാറ്റി പറയേണ്ടി വരും. ഇല്ലല്ലോ, മാറില്ലല്ലോ. അത് അന്ന് എന്റെ നിലപാട് അങ്ങനെ തന്നെയായിരുന്നല്ലോ. അത് മാറ്റി പറയേണ്ട കാര്യമുള്ളത് മാത്രമല്ല, മാറ്റി പറയേണ്ട കാര്യമില്ല. അതിന്റെ നിലപാട് അങ്ങനെ തന്നെയായിരുന്നു. എന്നെ മാറ്റിയെടുത്തു പാർട്ടി എന്നുള്ളത് പാർട്ടിക്ക് അഭിമാനിക്കാം. ഒന്ന്. രണ്ടാമത്തത്, എവിടെ നിന്നാലേ ചോറ് ഇവിടെയും കൂറ അവിടെ ആവാൻ പറ്റുമോ? അത് പറ്റില്ല. നിൽക്കുന്നോട് നിൽക്കണ്ടേ? അന്ന് നിൽക്കുമ്പോ അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയേണ്ടി വന്നു. ഇപ്പൊ ഇവിടെയാണുമ്പോ ഇവിടെയാണ് ചോറ്, ഇവിടെ ചോറുള്ളിടത്ത് കൂറുണ്ടാവും. മറ്റൊന്ന് ചിലർ അങ്ങനെ അല്ലല്ലോ. ചോറ് അവിടെയും കൂറ് അവിടെയല്ലേ. UDF നിൽക്കും, UDF ചോറും BJP മുന്നണിയിലെ കൂറും. ഒറ്റ കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ. ഈ CPM കുറെ കാലമായിട്ട് ലീഗിന് പിന്നാലെ നടക്കുന്നു. ഒന്നിങ്ങോട്ട് നോക്കുവോ എന്ന രീതിയിലാണ് എന്നതാണ് ലീഗിന്റെ ഭാഷ്യം. അതിന് പല പല കാര്യങ്ങളുമുണ്ട്. ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡ് വിഷയമാണെങ്കിലും, പലസ്തീൻ ഇസ്രായേൽ വിഷയമാണെങ്കിലും, പൗരത്വ നിയമ ഭേദഗതി ആണെങ്കിലും അവർ ആശയപരമായ ഒരു നിലപാടെടുത്തവരാണ്. അക്കാര്യത്തിൽ എനിക്ക് വ്യത്യാസമില്ല. എങ്കിൽ പോലും ലീഗിനെ അവർ നോട്ടമിടുന്നുണ്ട് കാലങ്ങളായി. അതിന്റെ വസ്തുത യഥാർത്ഥത്തിൽ ലീഗിനുള്ളിലുള്ള നേതാക്കളിൽ ചിലർക്കെങ്കിലും അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നതായിട്ട് ഹംസയ്ക്ക് അറിയാം. അതല്ല അതിന്റെ പ്രശ്നം. CPM അങ്ങനെ ഒരു സോഫ്റ്റ് കോർണർ എടുത്തിട്ടുണ്ടെന്നുള്ളത് ശരി തന്നെയാണ്. അതിന്റെ കാരണം എന്തെങ്കിൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോൾ ഏക സിവിൽ കോഡിന്റെ വിഷയത്തിൽ, CAയുടെ വിഷയത്തിൽ, അതുപോലെ തന്നെ ഫലസ്തീന്റെ വിഷയത്തിൽ, ബാബരി മസ്ജിദ് പൊളിച്ചിടത്ത് തന്നെ കയറ്റിയ അമ്പലത്തിന്റെ വിഷയത്തിൽ, അല്ലാത്ത അമ്പലത്തിൻ്റെ അല്ല, ആ അമ്പലത്തിൻ്റെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിൻ്റെ വിഷയത്തിൽ, ഇത്തരം കാര്യങ്ങളിൽ
CPM ഇടത് ജനാധിപത്യ കക്ഷികളൊക്കെ എടുത്തൊരു നിലപാടുണ്ട്. ആ നിലപാട് മുസ്ലിം ലീഗ് പ്രതിനിധീകരിക്കുന്ന ഒരു സമൂഹമുണ്ടല്ലോ, അവർക്ക് അനുകൂലമായൊരു നിലപാടാണ്. അപ്പൊ CPM ആഗ്രഹിക്കുന്നത് ലീഗ് എന്തിന് ആ കമ്മ്യൂണിറ്റിയെ വിട്ടു പോകുന്നു, ഞങ്ങളത് അതിനനുസരിച്ച് നിൽക്കുന്നുണ്ടല്ലോ, ഞങ്ങളുടെ കൂടെ ആ നിലപാടിന്റെ കൂടെ നിൽക്കൂ എന്നാണ് CPM പറഞ്ഞതിന്റെ അർത്ഥം. അത് ലീഗല്ല, ലീഗിന്റെ അണികളോടാണ് പറയുന്നത്. ലീഗിന്റെ അണികളോടാണ് പറയുന്നത്, അല്ലെ, ആ സമൂഹത്തോടാണ് പറയുന്നത്. നിങ്ങൾ ഞങ്ങൾക്കൊപ്പം നിൽക്കൂ, ഞങ്ങളാണ് നിങ്ങളുടെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടി പടപൊരുതുന്നവർ. അതെ. ഉദാഹരണത്തിന് യെച്ചൂരി ആദ്യം ഈ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചപ്പോൾ പോലും ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ എന്ന് പോലും പറയേണ്ട കാര്യമില്ല, നിരസിച്ചു. അപ്പൊ തന്നെ മതനിരപേക്ഷതയാണ് ഞങ്ങൾ. പക്ഷേ ലീഗിന്റെ ഭാഗത്തുനിന്ന് വന്ന പ്രതികരണം ആ തീരുമാനം സാമുദായിക മൈത്രിക്ക് ഉതകുന്ന വിധത്തിലുള്ളതായിരുന്നു. അല്ല, ഒന്നുകൂടി കയറി പറഞ്ഞു, അത് മതേതരത്വത്തിന് അഭിമാനമാണ് അവിടെ ഉണ്ടാക്കിയ ക്ഷേത്രം എന്ന് പറഞ്ഞു. അത് പൊന്നാനിയിലെ ജനങ്ങൾ അത്ര പെട്ടെന്ന് ഇല്ല. പക്ഷെ നമ്മളെ അമ്പലങ്ങളും പള്ളികളും ഒക്കെ സംരക്ഷിക്കണമല്ലോ, കാവും അമ്പലവും അതൊക്കെ നമ്മുടെ ഒരു മുഖമുദ്രയാണല്ലോ, നമ്മുടെ സാംസ്കാരിക മുദ്രയാണ്. അതൊക്കെ സംരക്ഷിച്ചു കൊണ്ട് MLA എടുത്തൊരു കാര്യം ചോദിച്ചോട്ടെ. MLA, പൊന്നാനി മണ്ഡലം ചുവന്നു, പൊന്നാനി ലോക്സഭാ മണ്ഡലം ചുവക്കാൻ എത്ര ദൂരമുണ്ട്? അധികം ദൂരമില്ല. അതിന് കാരണം ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിന് മുഖ്യമായിട്ട് ഈ പൊന്നാനി മണ്ഡലം പണ്ട് ചുവന്നിട്ടായിരുന്നു. 971 ശേഷമാണ് അതിന് മാറ്റം വന്നത്. ഇമ്പിച്ചി ബാവ, ചക്രപാണി, പിന്നെ MK കൃഷ്ണൻ ഇവരൊക്കെ ജയിച്ചു വന്നിട്ടുള്ള പ്രദേശമാണ് പൊന്നാനി. ആ കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്തിലെ ഡീലിമിറ്റേഷൻ മാറ്റം വന്ന ശേഷമാണ് ഒരു വന്നത്. ഇപ്പൊ പൊന്നാനിക്കാർക്ക് ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. മാത്രമല്ല ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിങ്ങൾ എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം നടക്കുന്നത്? ഇന്ന് രാവിലെ മുഴുവൻ ശരത് പവാറിലെ ചാനലിൽ നിങ്ങളൊക്കെ ചാനലിനകത്ത് നിറഞ്ഞു നിൽക്കുന്നത് ഈ കോൺഗ്രസിനെ വിശ്വസിച്ച് ആരെങ്കിലും അവരൊപ്പം നിൽക്കുമോ? കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തകർന്നു. കാരണം അവർക്ക് അടിസ്ഥാനപരമായ നയമില്ല, മതനിരപേക്ഷയെ സംബന്ധിച്ച് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നില്ല, രാഷ്ട്രീയ സാമ്പത്തിക നയം ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നില്ല. ഈ ഇന്നത്തെ ജനാധിപത്യ സംവിധാനം സംരക്ഷിക്കുന്നതിന് ഞങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുമെന്ന ഒരു ഉറപ്പ് ജനങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയാത്തൊരു കക്ഷിയായി കോൺഗ്രസ് മാറി. അത് നമ്മൾ അണികളെ ബോധ്യപ്പെടുത്തും, വോട്ടർമാരെ ബോധ്യപ്പെടുത്തും. ജനങ്ങൾക്ക് ഓൾറെഡി ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിന് മുകളിലാണ് ഈ ആവേശം. ഇപ്പൊ ശ്രീ ഹംസ ഇവിടെ വരുന്ന സമയത്ത് ഈ കിട്ടുന്ന ആവേശത്തിന് കാരണം അത് ഇടതുപക്ഷത്തിന്റെ മാത്രമല്ല, ഈ മതനിരപേക്ഷവാദികളും ജനാധിപത്യവാദികളും ഒക്കെ ഹംസറൊപ്പാണ്. ഓക്കെ, താങ്ക് യു. അപ്പോ ഹംസക്ക വളരെ സന്തോഷം. അപ്പോ ഹംസക്ക പോകുന്നിടത്തൊക്കെ ഒരു തരംഗം ഉണ്ടാവട്ടെ, നല്ല മത്സരം ഉണ്ടാവട്ടെ. അപ്പൊ വിജയം ആശംസിക്കണം എന്ന് പറയും. തീർച്ചയായിട്ടും എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയമുണ്ട്, താങ്കൾക്കും വിജയം ആശംസിക്കുന്നു. അപ്പോ പൊന്നാനിയുടെ ഹൃദയത്തിൽ ഒരു ചെങ്കായി, ഒരു മുല്ലപ്പൂവായി നിങ്ങൾ ഉണ്ടാവട്ടെ. അബ്ദുൽ സമദാനിയും മത്സരിക്കട്ടെ. അപ്പൊ നല്ല കടുത്ത മത്സരം ഉണ്ടാവട്ടെ പൊന്നാനിയിൽ. അപ്പോ താങ്ക് യു. അപ്പോ ആ ചടങ്ങ് കഴിഞ്ഞു. ആ ചടങ്ങ് എന്താണ്? പൊന്നാനിയിൽ വന്ന തൊപ്പിയിടം എന്നതാണ് ചടങ്ങ്. ഹംസയ്ക്ക് ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ കൂടിയാണല്ലോ. അപ്പൊ ഒരു വിദ്യാഭ്യാസ പ്രവർത്തകരിൽ നിന്ന് തൊപ്പി സ്വീകരിക്കുന്നതായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതെ അതെ. അപ്പോ നമ്മുടെ ഹംസ മാഷ് യാത്രയാവുന്നു. അപ്പൊ നല്ല ഭക്ഷണമൊക്കെ കഴിക്കാൻ, നല്ല ചൂടാണ്. അപ്പൊ വെള്ളമൊക്കെ ഇടയ്ക്ക് കുടിക്കണം. മതേതരത്വം അരുണിന്റെ സിരകളിൽ ലയിച്ചു ചേർന്ന ഒരു വികാരമാണ്.